ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുള. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ന്യൂ ഇയറിൻ്റെ തലേന്നൊരു വീഡിയോ എടുത്തായിരുന്നു ഗായ്സ്, പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. സോ സോറി. സോ എൻ്റെ സൗണ്ടിനൊക്കെ എന്തോ പ്രശ്നം പോലെ. ഓക്കെ, അപ്പം ഞാൻ കുറേ നാളുകളായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണിത്. സോ നമുക്ക് അധികം വളച്ചിട്ടുകളില്ലാതെ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. സോ നമുക്കിപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് ഘോരാഘോരം പ്രസംഗിച്ച് സംസാരിക്കുന്നതിനേക്കാട്ടിൽ കൂടുതലും നമ്മുടെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് സംസാരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കത് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നൊരു കഥ പറയാൻ പോവാണ്. അത് വേറെ ഒരു ഫിക്ഷണൽ സ്റ്റോറിയല്ല, അത് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഒരു കഥയാണ്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഞാൻ കണ്ട ഒരു കഥയാണ്. സോ ഞാൻ 5 തൊട്ട് 10 വരെ പഠിച്ച സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ 5th സ്റ്റാൻഡേർഡ് തൊട്ട് കുറച്ച് മെൻ്റലി കുറച്ച് പ്രശ്നമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പം സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റായിട്ടും സംസാരിക്കാൻ അങ്ങനല്ല, പക്ഷെ ഇവൾ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലായോ. അപ്പം അങ്ങനെ ഒരു കുട്ടിയായിരുന്നു അവൾ. അപ്പം ഞാനങ്ങനെ എന്നെ പൊക്കി പറയുമൊന്നുമല്ല, പക്ഷെ പണ്ട് തൊട്ടേ എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരോട് സിമ്പതി എന്ത് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ ഭയങ്കര എമ്പത്തറ്റിക്കാണ്. അത് അറ്റ് ദ സെയിം ടൈം അത് ഒരു നല്ല ക്വാളിറ്റിയാണ്, അറ്റ് ദ സെയിം ടൈം അതൊരു ബാഡ് ക്വാളിറ്റിയാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എമ്പത്തറ്റിക് ആയാലും പ്രശ്നമാണ്. അപ്പം ഞാൻ ആ ഒരു സമയം തൊട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ഭയങ്കര ഒരു എമ്പത്തി കാത്തു സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. സോ ഞാൻ 5ൽ ഈ ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഇവളെ കാണുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇവളെപ്പറ്റി അടുത്ത് സംസാരിക്കാൻ. അങ്ങനെ എനിക്കിവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പം എനിക്ക് ഓൾറെഡി 4ാം ക്ലാസ്സിൽ എല്ലാവരും ഭയങ്കര ഒരു സെറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇവളുടെ അടുത്ത് ആരും സംസാരിക്കത്തില്ലായിരുന്നു. ഞാൻ പുതിയ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് എൻ്റെ അടുത്തും ആരും സംസാരിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഗ്രാജുവലി ഞാനും ഇവളും തമ്മിലുള്ളൊരു ബോണ്ട് ഉണ്ട്. അപ്പം ഞാൻ ഇവളുടെ അടുത്താണ് മിക്കപ്പോഴും പോയി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഒരു ഫിക്സഡ് സ്ഥലമൊന്നുമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഒക്കെ ഇരിക്കാം ഡെയിലി വരുമ്പം. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ ഇവളുടെ കൂടെ ഇരിക്കാനായിട്ട് തുടങ്ങി. അപ്പം എനിക്ക് ഇവളുടെ ഒരു ക്യാരക്ടറിൽ ഭയങ്കര എനിക്കൊരു ഇതായിട്ട് തോന്നിച്ചാൽ നമുക്കൊരു അയ്യോ ഇവള് കൊള്ളാലോ എന്ന് നമ്മൾ തോന്നുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരി ഭയങ്കര ക്ലീനാണ് കേട്ടോ. ക്ലീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലീൻ ആയിട്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അട്രാക്ഷൻ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുന്നത്, അയ്യോ എനിക്ക് ഭയങ്കര ഒരു അഡ്മയർ ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലൊരു ഫീലിംഗ് ആണ് എനിക്ക്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവള് ആ ക്ലാസ്സിൽ ക്ലാസ് ടോപ്പായിട്ട് പഠിച്ച കുട്ടി പോലും ചിലപ്പം അത്രയും നീറ്റായിട്ട് ബുക്ക് സൂക്ഷിച്ചു എന്ന് വരില്ല. അപ്പം ഇവൾ ഭയങ്കരമായിട്ട് ബുക്കൊക്കെ പൊതിഞ്ഞ് നീറ്റാക്കി നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് അവിടെ ബോക്സൊക്കെ കണ്ടാൽ കറക്റ്റ് എന്താ പറയുന്നത്, നമ്മൾ ഭയങ്കര നീറ്റായിട്ടാണ്. അപ്പം അവളെ പഠിപ്പിച്ചവരുടെ കുറ്റമാണോ അതോ എന്താ പറയുന്നത് അവളുടെ സിറ്റുവേഷൻസ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അവൾക്ക് മലയാളവും ഇംഗ്ലീഷും ഒന്നും അങ്ങനെ എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. അവൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ അവൾ അതുപോലെ എഴുതി വെക്കുമെന്നല്ലാതെ അവൾക്ക് ഒന്നും അറിയില്ലായിരുന്നേ. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ ഇവളെ മീറ്റ് ചെയ്യുന്ന സമയം തൊട്ടേ എനിക്ക് ഇവളോട് ഭയങ്കര ഞാൻ ഈ ഒരു സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും എന്നൊരു ഫീലിങ്ങോട് കൂടിയാണ് ഞാൻ ഇവളെ സമീപിക്കുന്നത്. അപ്പം ഇവളുടെ വീടിനടുത്തുള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിക്കും എങ്ങനെയാണ് ഇവളുടെ സംസാരം ഇങ്ങനെ ആയിപ്പോയത്, എന്ത് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇവൾ പറയും കുഞ്ഞുനാളിൽ എന്തോ കണ്ട് പേടിച്ചതാണെന്നൊരു കഥ, ഏതോ പരുന്ത് വന്ന് അടിച്ചിട്ടതാണെന്ന് വേറൊരു കഥ. അങ്ങനെ കഥകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി അത് ഏത് ജനറേഷനിലോ ആയിക്കോട്ടെ, ഒരു കുട്ടി ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഒരു പരിധി വരെ അവർക്ക് അവരുടെ വീട്ടിൽ നിന്നും കൂടെ കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള പലതരം കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവേ നമ്മുടെ വീട്ടിൽ നിന്നോ നമ്മുടെ ചുറ്റുപാടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഗാഡ്ജറ്റ്സ് ഫോണിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അറിവാണിതൊക്കെ. അപ്പം ഞാൻ കണക്ട് ചെയ്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ആ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ ക്ലാസ്സിൽ അവളെ ട്രീറ്റ് ചെയ്തൊരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കോമഡി കഥാപാത്രമായിരുന്നു അവൾ. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലെന്നറിയാം, എന്നാലും അവളെ ഇപ്പോൾ ഒരു പുതിയൊരു ടീച്ചർ BA ടീച്ചർ ഒന്നും അറിയാതെ ഇവളുടെ പേര് വിളിച്ച് ഇവളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് കുറേ പേര് കിടന്ന് ചിരിക്കും. എന്നിട്ട് ക്ലാസ്സിലുള്ള ഓരോ ചെറുക്കന്മാരുടെ നിൻ്റെ ലൈൻ ഇവളല്ലേ എന്ന്
പറഞ്ഞിട്ട് ഇവളെ ആ ക്ലാസ്സിൽ ആരുടെങ്കിലും ഒരു ദേഷ്യമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അവരോട് പറയും നിൻ്റെ ലൈൻ അതോ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളെ ചൂണ്ടിക്കാണിക്കും. അപ്പം എല്ലാവരും കിടന്നിച്ചിരിക്കും. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് ഈ ഒരു ഇതിനോട് എനിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഞാൻ എന്നെ പൊക്കി പറയുന്നൊന്നുമല്ല, അത് ഞാൻ ഭയങ്കര എമ്പത്തറ്റിക്കായിട്ട് വളർന്നൊരു കുട്ടിയായതുകൊണ്ടാണ് എനിക്ക്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പം പോകെ ഈ കളിയാക്കലുകൾ ഇങ്ങനെ കൂടി വരും. ഇവളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിലെ ചെറുക്കന്മാർ തട്ടിയിട്ട് ഓടിയിട്ട് അപ്പോൾ ഇവള് അവിടെ കിടന്ന് കരയും. എന്നിട്ട് ഭയങ്കരമായിട്ട് മോക്ക് ചെയ്ത് അങ്ങനെ എന്താ പറയുന്ന ഒരു കുട്ടീനെ ക്ലാസ്സിൽ എങ്ങനെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്യാമോ അങ്ങനെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അവളെ. അതെനിക്ക് തുറന്നു പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ അതിനെ ഒരു ടീച്ചർമാരോ ആരും ചോദ്യം ചെയ്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം പോലും ഇറങ്ങി നിന്ന് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഞാനും ഒരു കുട്ടിയാണ്, 5ലും 6ലും പഠിക്കുന്ന ഒരു കുട്ടി, ഞാൻ എന്ത് സംസാരിക്കാനാണ്. അപ്പോൾ ഇവളുടെ അടുത്ത് ഇങ്ങനെയാണ് ക്ലാസ്സിൽ എല്ലാവരും പെരുമാറുന്നത്. അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം PTA മീറ്റിങ്ങിന് ഒരു ദിവസം ഇവളുടെ അമ്മ വന്നു. അപ്പോൾ PTA മീറ്റിങ്ങിന് ഇവളുടെ അമ്മ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ അന്ന് ഭയങ്കര ഒരു റിച്ച് കിഡുണ്ട്, ഒരു സോ കോൾഡ് റിച്ച് കിഡ്. ആ ഒരു റിച്ച് കിഡിലുള്ള എല്ലാ ക്വാളിറ്റീസ് ഇൻ ദ സെൻസ് ഐ ആം നോട്ട് സെയിങ് ദാറ്റ് ഇസ് ഗുഡ്, ബട്ട് എന്താ പറയുന്ന ഒരു എന്താ പറയുക നമ്മുടെ സൊസൈറ്റിയിൽ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ചില റിച്ച് കിഡ് സ്വഭാവങ്ങളൊക്കെ ഇല്ലേ, മറ്റുള്ളവരെ മോക്ക് ചെയ്യുക. അതെല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളവരെല്ലാം അതുണ്ടായിരുന്നു. അപ്പം ചിലപ്പോൾ എൻ്റെ ഒരു സർക്കിൾ വളരെ ചെറുതാണ്, ഞാൻ കണ്ടിട്ടുള്ള ലോകവും അത്രയും ചെറുതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ നല്ല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് അപ് ടു ആൾക്കാരനുസരിച്ചിരിക്കും, ഡിപ്പെൻസ്. ഓക്കെ. അപ്പം ഒരു സോ കോൾഡ് റിച്ച് കിഡ് ഉണ്ടായിരുന്നേ. അപ്പം ഇവൻ്റെ ഞാൻ ഈ പറഞ്ഞ കുട്ടിയുടെ അമ്മ PTA മീറ്റിങ്ങിന് സ്കൂളിൽ വന്നില്ല. അപ്പം PTA മീറ്റിംഗ് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞ് ഇവളുടെ അമ്മ മിസ്സിനെയൊക്കെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് വളരെ ഒരു ലോവർ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ് അവൾ. വളരെ കഷ്ടപ്പെട്ടാണ് അവളെ സ്കൂളിൽ വിടുന്നത്. അപ്പം ഇവിടെ അമ്മ എന്നെ കാണുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയും, മോളെ അവളെങ്ങനെയെങ്കിലും ഒന്ന് 10ാം ക്ലാസ് വരെങ്കിലും ഒന്ന് പോയാൽ മതി, എനിക്കത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അയ്യോ എന്തിന് ദൈവം ഇങ്ങനെ അവളുടെ അടുത്ത് കാണിച്ചു. കാരണം എനിക്ക് 101% ഉറപ്പാണ് അവൾക്ക് ഒരു നല്ലൊരു എന്താ പറയുന്നത് സംസാരശേഷിയും അതൊക്കെ കൊടുത്തായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ലപോലെ പഠിക്കുന്നൊരു കുട്ടി അവളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കാരണം അത്രയ്ക്കൊരു അച്ചടക്കമുള്ള കുട്ടിയാണ്. അച്ചടക്കം മീൻസ് ഭയങ്കര നീറ്റായിട്ടിരിക്കുക, ടൈഡി ആയിട്ടിരിക്കുക. ഒരു അസൈൻമെൻറ്റ് പറഞ്ഞാൽ അവൾ അറിയത്തില്ലെങ്കിൽ പോലും അവൾ എന്താണെങ്കിലും അത് ചെയ്തുകൊണ്ട് വരും. ഞാൻ പറഞ്ഞ മനസ്സിലായി. അങ്ങനെ ഒരു പക്ക ഒരു സ്റ്റുഡൻറ്റിൻ്റെ ക്വാളിറ്റീസ് ഉള്ളൊരു കുട്ടിയായിരുന്നു അവൾ. അങ്ങനെ ഇവളുടെ അമ്മ 2 ദിവസം കഴിഞ്ഞിട്ട് ഇവളുടെ അമ്മ ഞങ്ങളുടെ സ്കൂളിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 2nd ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെ അമ്മ വന്നതും ഈ സോ കോൾഡ് റിച്ച് കിഡ് ഭയങ്കരമായിട്ട് കിടന്നങ്ങ് ചിരിച്ചു. അപ്പം ഈ ചിരി കണ്ടുകൊണ്ടാണ് മിസ്സ് പോലും പുറത്തോട്ട് നോക്കുന്നത് ആരാണ് വന്നതെന്ന്. മിസ്സ് നോക്കിയപ്പോൾ ഇവളുടെ അമ്മ. അപ്പോൾ എന്തിനാ ചിരിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സാണ് 2nd ഫ്ലോറിലെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇവളുടെ അമ്മ അടുത്ത ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് നേരെ നടന്നു. പക്ഷേ അപ്പുറത്തെ അടുത്ത ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഇവൻ ചിരിച്ചത്. അപ്പം പെൺപിള്ളേർ ഞങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലപോലെ കാണാം, കാരണം ഞങ്ങളുടെ നേരെയാണ് ജനലുള്ളത്. അപ്പം ക്ലാസ്സിൽ കയറാൻ നേരത്ത് ഇവളുടെ അമ്മ ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറി. അപ്പോഴത്തേക്ക് ഇവൻ വീണ്ടും കിടന്നങ്ങ് ചിരിക്കുകയാണ്. ഇവളുടെ അമ്മ ഇങ്ങനെ ക്ലാസ്സിൽ ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറിയപ്പോഴത്തേക്ക് ഇവൻ ഭയങ്കര ചിരി. അപ്പം ചിരിവനാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ ഒരു ലീഡർ, ലൈക്ക് നോട്ട് ദാറ്റ് ലീഡർ, പക്ഷേ ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ലീഡർ പോലെ ആയിരുന്നു ഇവൻ. അപ്പം ഇവൻ ചിരിച്ചാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം ചിരിക്കും. അപ്പോൾ ഇവൻ ചിരിച്ചപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും കിടന്ന് ചിരിച്ചു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, മിണ്ടാതിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇവളുടെ അമ്മ ക്ലാസ്സിൽ കയറി വന്നു. ക്ലാസ്സിൽ കയറുന്നപ്പോൾ ഇവളുടെ അമ്മ ലൈക്ക് ഒരു സാധാരണ ഒരു സ്ത്രീയാണ്. അപ്പം നിങ്ങൾ അങ്ങനെ വേണം ഈ ഒരു കഥ കേൾക്കാൻ. അപ്പം ആ അമ്മ സ്കൂളിനെ കാണുന്നത് ഒരു ഭയങ്കര പവിത്രമായിട്ടുള്ളൊരു സാധനമായിട്ടാണ്. അപ്പോൾ അവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറുന്നതും ചെരുപ്പ് ഊരാതെ കയറുന്നതും ഒക്കെ അവരവരുടെ ഇഷ്ടം. അവരങ്ങനെ കയറിയാൽ അതിന് ചിരിക്കാൻ നമ്മൾ ആരാണ് അല്ലേ? അപ്പം ഇങ്ങനെ കയറിയപ്പോഴത്തേക്ക് ഇവരുടെ അമ്മ ഇങ്ങനെ ടീച്ചറെ നോക്കി തൊഴുതു. അപ്പോഴത്തേക്ക് ഇവ വീണ്ടും തുടങ്ങി. വീണ്ടും കിടന്ന് ചിരിച്ചു. അപ്പം ആ ഒരു ഹോൾ ടൈമിൽ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചിരിക്കൂ, ഒരു ആളിങ്ങനെ വന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അമ്മ ഇങ്ങനെ വന്ന് ചെയ്താൽ ഇവർ ചിരിച്ചാൽ എനിക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര ഒരു നാണക്കേട് പോലെ ആയിരിക്കത്തില്ലേ? അപ്പം നമ്മൾ ആ ഒരു സ്ഥാനത്ത് വരുന്നത് വരെ നമ്മളിങ്ങനെ മറ്റുള്ളവരെ കളിയാക്കിയും അവരെ ഇങ്ങനെ മൂക്ക് ചെയ്തൊക്കെ ചെയ്യുന്നത് നമുക്ക് ഭയങ്കര രസമായിരിക്കും. പക്ഷേ ആ ഒരൊറ്റ സമയത്ത് നമ്മൾ ആ കുട്ടിയുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ ആ അമ്മയുടെ സ്ഥാനത്തോ നമ്മളെ ഒന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് എമ്പത്തറ്റിക് ആയിട്ടിരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഭയങ്കര ഘോരം സംസാരിക്കുമല്ലോ, ആൾക്കൂട്ട വിചാരണയെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കും. പക്ഷേ ഇപ്പം പൊതുവിൽ കണ്ടുവരുന്നൊരു ട്രെൻഡെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അയാളുടെ അക്കൗണ്ട് കണ്ടുപിടിക്കുക, എല്ലാവരും കൂട്ടത്തോടെ കമൻറ്റ് ബോക്സിൽ കിടന്ന് ആക്രമണം ഉണ്ടാക്കുക. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ഓൺലൈനിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ഈ സൈബർ ബുള്ളിങ്, ഒരാളെ ബുള്ളി ചെയ്യുക, അത് ഏത് മീൻസിലും ആയിക്കോട്ടെ. പക്ഷെ അതൊരു ഭയങ്കര ഒരാൾക്കൊരു ഭയങ്കര ട്രോമ കൊടുക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇവളുടെ അമ്മ അവിടുന്ന് ക്ലാസ്സൊക്കെ ടീച്ചറിനെ കണ്ടിട്ട് ഇവിടെ അമ്മ പോയി. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് എനിക്ക്
ഇത് ഇത്രയും വിഷമമാവാൻ തോന്നിയ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരും. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവളുടെ പാത്രം ഭയങ്കര കട്ടിയാണ്. അപ്പം തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ നോർമലി നമ്മൾ തുറക്കാൻ ഒന്നെങ്കിൽ നമ്മൾ കുറച്ച് ബലമുള്ള ആൾക്കാരുടെ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ ഡെസ്കിൻ്റെ സൈഡിലൊക്കെ ഇട്ട് ഇങ്ങനെ തട്ടില്ലേ. അപ്പം ഇവളിങ്ങനെ ഒരു ദിവസം പാത്രം തുറക്കാൻ പറ്റാഞ്ഞിട്ട് ഇവൾ ഡെസ്കിൻ്റെ സൈഡിലായിട്ട് തട്ടിയ വഴിക്ക് ഇവിടെ ചോറ് കംപ്ലീറ്റ് അങ്ങ് പോയി. അപ്പം ക്ലാസ്സിൽ ഒരാൾ പോലും ഇത് നോക്കിയിട്ട് അനങ്ങിയില്ല. എന്നിട്ട് ഈ സോക്കോൾഡ് റിച്ച് കിഡ് എന്താ ചെയ്തതെന്ന് അറിയാമോ? ഇത് കണ്ടിട്ട് എഴുന്നേറ്റ് ക്ലാസ് എല്ലാം വൃത്തികേടാക്കി എന്നുള്ള രീതിയിലാക്കിയിട്ട് ഇവൻ വീണ്ടും ചിരി തുടങ്ങി. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവനോട് ദേഷ്യമാണ് തോന്നുന്നത്. എന്നിട്ട് ഈ ചോറെല്ലാം പോയി, ഇവൾ അവിടെ ഇരുന്ന് ചോറെല്ലാം വാരിയെടുത്തു. ഞാൻ വേറൊരു സൈഡിലിരുന്ന് ചോറ് കഴിക്കുകയാണ്. ഇവൾ തന്നെ ഇരുന്ന് ചോറൊക്കെ വാരിയെടുത്തു. അപ്പം ഞാൻ ചെന്നിട്ട് എൻ്റെ ചോറ് അപ്പോഴത്തേക്ക് പകുതിയായി. ഞാൻ പറഞ്ഞു, എടി വാ, നീ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കും. ഞാൻ കഴിച്ച് പകുതിയായി, പക്ഷേ കുഴപ്പമില്ല, നീ എൻ്റെ കൂടെ വന്നിരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആ സമയത്ത് എന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണണം, ഷോ എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവർ എന്നെ നോക്കുന്നത്. പക്ഷേ എനിക്കത് മനസ്സിലാവും. കാരണം ഒരൊറ്റ മനുഷ്യൻ, കാരണം അവിടെ വേറെ ആരുടെയെങ്കിലും ചോറായിരുന്നു അങ്ങനെ പോയിരുന്നെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ എല്ലാവരും എഴുന്നേറ്റ് അയ്യോ എടി, അല്ലെങ്കിൽ എടാ എന്ത് പറ്റിയടാ എന്നൊക്കെ ചോദിച്ചേനെ. അപ്പം 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവൾ ക്ലാസ് ഷഫിൾ ചെയ്യുമല്ലോ നമുക്ക് 10th പോകുന്നതിന് മുമ്പ്. ആ ഷഫിളിങ്ങിൽ ഇവൾ വേറൊരു ക്ലാസ്സിൽ പോയി. പിന്നെ ഞാനും ഇവളും തമ്മിൽ അങ്ങനെ വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല. അവളുടെ നമ്പരോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് അവളുടെ വിവരമേ ഇല്ല. പിന്നെ ഈ അടുത്ത സമയത്ത് അവളുടെ അനിയത്തെ കണ്ടപ്പം ഇപ്പോഴും മാരീഡൊന്നും അല്ല, അവൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. 10th വരെ അവൾ പഠിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ ലൈഫ് അങ്ങനെ മുൻപോട്ട് പോകും. ഇങ്ങനെയുള്ള കുട്ടികൾ എന്തെങ്കിലും സംസാരിച്ചാലോ അവരിപ്പം എന്ത് പറഞ്ഞാലും അങ്ങ് കളിയാക്കല്, മനസ്സിലായോ? അത് ഇന്ന കാര്യം ഒന്നുമില്ല, എന്ത് പറഞ്ഞാലും കളിയാക്കരുത്. അപ്പം അതിനകത്ത് മെയിൻ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ആരുടെടുത്തെങ്കിലും വെറുപ്പുണ്ടോ, അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിൽ അടിയാവുകയാണെന്നുണ്ടെങ്കിൽ അടിയാവുന്നവരുടെ അടുത്ത് പറയും നിൻ്റെ ലൈനാവൾ അല്ലെങ്കിൽ നിൻ്റെ ലൈനാവൻ. അത് ഈ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നവർ ഈ മെൻ്റലി ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള കുട്ടികളെ ആയിരിക്കും ഇവർ കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് അന്നും എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്നും എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ സോക്കോൾഡ് റിച്ച് കിഡ് ഇപ്പം വലുതായി ഭയങ്കരമായിട്ട് ജോലിയൊക്കെ ചെയ്ത് അപ്പം ഞാൻ ഈ പുള്ളിക്കാരൻ ഇടുന്ന സ്റ്റാറ്റസുകളൊക്കെ കാണുമ്പം ഐ ഫീൽ സോ പുച്ഛം. ബിക്കോസ് ഇടുന്ന അത് ആൾക്കാർ മാറാം, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഞാൻ പണ്ട് ചെയ്ത തെറ്റല്ലേ അത് മാറില്ലേ. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഞാനൊക്കെയാണ് അങ്ങനെ ഒരാളോടത്ത് എൻ്റെ ഒരു ടീനേജ് സമയത്ത് ബിഹേവ് ചെയ്തത് എന്നുണ്ടെങ്കിൽ എനിക്കതൊരു ലൈഫ് ടൈം റിഗ്രറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം ട്രോമ ആയിരിക്കും. എന്നെക്കൊണ്ടത് പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പം വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ആൾക്കാർക്കും ഓരോ ട്രോമകളാണ്. ചിലർ ഭയങ്കര ഇൻട്രോവേർട്ടുകളായിരിക്കും, ചിലർക്കൊരു പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ മുമ്പിലൂടെ നടന്നു പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ ഞാൻ റിയൽ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, ഗായത്രി ഇങ്ങനെ ആരുടെയെങ്കിലും മുമ്പിലൂടെ പോകാൻ വരെ തന്നെ എനിക്ക് പേടിയാണെന്ന് എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പം ഒരാൾ എങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാണുന്നവരില്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പം നമ്മൾ ഇവരുടെ ഫേസ് വെച്ചിട്ട് നമ്മളൊരു ജഡ്ജ്മെൻറ്റ് അങ്ങ് നടത്തും, ഇവരിന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഇപ്പം മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളും ഇപ്പം അത്തരത്തിലുള്ള ആൾക്കാരുടെ റീൽസോ പോസ്റ്റുകളോ ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് താഴെ ഇപ്പോഴും ഉണ്ട്. ഞാൻ എടുത്ത് നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ ഇന്നലെയും കൂടെ കണ്ടതേ ഉള്ളൂ, ഒരു ചെവി കേൾക്കാത്ത പയ്യൻ ഒരു സ്ഥലത്ത് നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പം ഈ ചെറുക്കന് പാട്ട് വീഡിയോ എടുക്കുന്ന ആൾ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ടായെന്ന് പറഞ്ഞാലേ ഈ കുട്ടിക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ കുട്ടി ഡാൻസ് കളിച്ച് വലിയ കാര്യത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാം. സത്യം പറഞ്ഞാൽ അതിൻ്റെ താഴത്തെ കമൻറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ സമയം ഭയങ്കര സങ്കടമായി. ഇപ്പോഴും ഇങ്ങനെയുള്ള എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. സ്വന്തമായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടല്ലേ ഇവരൊക്കെ ഈ കമൻറ്റ് ഇടുന്നത്. അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ആ മനസാക്ഷിയിൽ ഇവർക്കൊന്നും തോന്നിയില്ലേ? അപ്പം അതാണ്. അപ്പം ഈ എംപത്തറ്റിക് ആയിട്ടിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റോറി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം തന്നെ അതാണ്. കാരണം ഞാൻ എത്ര ഇരുന്ന് ബ്ലാ പറഞ്ഞാലും ഇപ്പം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഒരു വ്യക്തിയോട് നമ്മൾ പെരുമാറുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയാണ് അയാളുടെ സ്വഭാവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനി എങ്ങനെയുള്ള ആളോ ആവട്ടെ, നമ്മളെ അവരൊന്നും ചെയ്യാത്തിടത്തോളം കാലം അവരോട് മാന്യമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ അവരോട് മാന്യമായിട്ട് സംസാരിക്കുക, അവർ നമുക്ക് റെസ്പെക്റ്റ് തരുന്നുണ്ടെങ്കിൽ മാത്രം അവരോട് അങ്ങനെ സംസാരിക്കുക എന്നുള്ളത് ഒരു ബേസിക് മാനേഴ്സാണ്. അല്ലാതെ ഭയങ്കര സംഭവമൊന്നുമല്ല, അതിനെ വലിയ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം 2026 ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരുപാട് റെസൊല്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ റെസൊല്യൂഷൻ കാര്യങ്ങൾ എത്ര നാൾ വരെ പോകുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര റെസൊല്യൂഷൻ എടുത്താലും അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ വിചാരിച്ചാലും എല്ലാവരും ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു റെസൊല്യൂഷനേ ഉള്ളൂ. അതൊരു ഹ്യൂമൻ ആയിട്ടിരിക്കുക. ഹ്യൂമനിന് ചില ക്വാളിറ്റീസ് ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളും ആനിമൽസും ഡിഫറെൻ്റ് ആണെന്ന് പറയുന്ന കാര്യം തന്നെ നമ്മുടെ ആ ഒരു തിങ്കിങ് പവറാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലോജിക്കൽ പവർ അതുകൊണ്ടാണ്. ഓക്കെ,
പക്ഷേ എനിക്ക് തോന്നുന്നു പല സിറ്റുവേഷനിലും ഹ്യൂമൻസിനെക്കാട്ടിലും ബെറ്ററാണ് ആനിമൽസ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പം 2026 എല്ലാവരുടെയും റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ ഹ്യൂമൻ ആകുക, ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള, സിമ്പത്തറ്റിക് ആവണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാകുക. ഒരു കമൻറ്റ് ഇടുമ്പോഴാണെങ്കിലും, ഒരാൾക്കൊരു മെസ്സേജ് അയക്കുമ്പോഴാണെങ്കിലും, ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ആ ഒരു ഹ്യൂമനായിട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. സോ അങ്ങനെ ആവാൻ എല്ലാവർക്കും പറ്റട്ടെ. ഈ വർഷമെങ്കിലും നിങ്ങൾക്കതിന് സാധിക്കട്ടെ. നിങ്ങൾ ചെയ്തു, പക്ഷേ ഇനിയെങ്കിലും ആൾക്കാരോട് കൈൻഡായിട്ടിരിക്കുക. ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം നിങ്ങളായിട്ട് അവരുടെ ഒരു രാത്രിയിലത്തെ ഉറക്കം കെടുത്തുന്ന കാരണമാവരുത്. സോ ഒരുപാട് കാര്യങ്ങൾ ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇനി എത്ര നാൾ നമുക്ക് ലൈഫ് ഉണ്ടോ അത്രയും നാൾ എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.